എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാലിലോ വെള്ളത്തിലോ ഏത് വേണമെങ്കിലും മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാലാണ് വേണ്ടത്. 1.5 കപ്പ് പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടികട്ടിയുള്ള പാത്രം വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം. പാലിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റർഡ് പൗഡറിൻ്റെ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിൻ്റെ അടിയിൽ കട്ട പിടിച്ചിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും. ഇത് ഒഴിച്ചു കൊടുത്ത ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി പോവും. അതുകൊണ്ട് അടിയിലൊക്കെ പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈ എടുക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. തീരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. കസ്റ്റർഡ് പൗഡറൊക്കെ കുറുകിയിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. കണ്ടോ, ഡ്രിങ്ക് ഈ ഒരു പാകത്തിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറുപഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തിട്ടുള്ളതാണ്, ഇതും കൂടി ചേർക്കാം. ഇതോടൊപ്പം കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്കിഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനതിലേക്ക് കുറച്ച് ബദാമും പിന്നെ കുറച്ച് പിസ്തയും കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർക്കാം. ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്